മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്, അന്ത്യനാളിൽ ഞാൻ 3 ആളുകൾക്കെതിരായിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിയാമത്ത് നാളിൽ വരുമ്പോൾ ഞാൻ 3 ആളുകളുടെ എതിർപക്ഷത്തായിരിക്കും. അതിൽ ഒന്നാമത്തെയാൾ എന്റെ പേരിൽ കരാറ് ചെയ്തിട്ടത് അത് പാലിക്കാതെ പോയ ആളാണ്. രണ്ടാമത്തെയാൾ സ്വതന്ത്രനായ ഒരാളെ അടിമയാക്കി വിറ്റുകളച്ചയാളാണ്. ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് കാണാം. മൂന്നാമത്തെയാൾ ആളുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച ശേഷം അതിന്റെ പ്രതിഫലം നൽകാത്തവനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവന് നാളെ ഖിയാമത്ത് നാളിൽ എതിരായിരിക്കും. അല്ലാഹു അവനെതിരെ വാദിക്കുമെന്നും കാണാം. അല്ലാഹുവിന്റെ റസൂലെതിരാകുന്ന ഒരു കൂട്ടം ആളുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചതിനു ശേഷം അതിന്റെ പൈസ നൽകാത്തവർ, അതിന്റെ വിഹിതം നൽകാത്തവർ പല സ്ഥലങ്ങളിലുമില്ലേ? ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് പലരെയും ജോലിക്കെടുത്ത് 1, 2 മാസം, 3 മാസം, 4 മാസമൊക്കെ അവരെ ഇരുത്തി ചെയ്യാവുന്ന ജോലികളൊക്കെയും ചെയ്യിപ്പിച്ചതിനു ശേഷം അതിന്റെ വേതനം കൊടുക്കാത്ത മുതലാളിമാരില്ലേ? മതിയായ വേതനം കൊടുക്കാതെ, സാലറി കൊടുക്കാതെ അവരെ കഷ്ടപ്പെടുത്തുന്നവരില്ലേ? എത്ര വലിയ ഹജ്ജ് ചെയ്ത മുതലാളിയാണെങ്കിലും, എത്ര വലിയ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും, എത്ര വലിയ സ്ഥാപനങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്നവരാണെങ്കിലും, എന്തെല്ലാം നന്മ ചെയ്യുന്നെങ്കിലും അറിഞ്ഞു വെച്ചോളൂ, പറഞ്ഞതിനു ശേഷം കൃത്യമായ വിഹിതം നൽകാതെ ജോലിക്കാരനെ ബുദ്ധിമുട്ടിച്ചെങ്കിൽ നാളെ അല്ലാഹുവിന്റെ റസൂൽ നിനക്കെതിരാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലും അല്ലാഹുവും അവനെതിരെ വാദിക്കുന്ന ഒരു രംഗം നാളെ മഹ്ശറയിൽ വരാനുണ്ട്. അതുപോലെ തന്നെ തൊഴിലാളികളും ശ്രദ്ധിക്കണം. തങ്ങളെ വിശ്വസിച്ച് ജോലി ഏൽപ്പിച്ച മുതലാളിമാരെ വഞ്ചിക്കുന്ന ശൈലി ഉണ്ടാകാൻ പാടില്ല. തൊഴിൽ ദിനമായതുകൊണ്ടാണ് തൊഴിലാളിയെ കുറിച്ച് പറഞ്ഞത്. മുതലാളിമാരെ വഞ്ചിക്കുന്നവർ, പറഞ്ഞ ജോലി പറഞ്ഞതുപോലെ തീർത്തു കൊടുക്കാത്തവർ, അതിൽ അലസത കാണിച്ചവർ, അതിൽ ലാഭം പിടിക്കാൻ വേണ്ടിയിട്ട് നഷ്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തവർ, അല്ലാഹുവിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കാനുള്ളതാണ് ഇതെല്ലാം എന്ന ചിന്ത നമ്മുടെ കൽബിൽ വന്നാൽ തൊഴിലാളിയും ഉടമയും തമ്മിലുള്ള ബന്ധം അത് പരലോകത്തേക്കുള്ള ബന്ധമാണ്. അവിടെയാണ് ഇസ്ലാം വ്യത്യസ്തമാകുന്നത്. ദുനിയാവിന്റെ ബന്ധമല്ല, ദുനിയാവിൽ അവസാനിക്കുന്ന ചർച്ചകളല്ല ഇസ്ലാമിലുള്ളത്. തൊഴിലാളിയോട് അനീതി ചെയ്താൽ ഇവിടുത്തെ സംവിധാനങ്ങൾ പിടിച്ചു നിർത്തുമെന്നല്ല, സമരങ്ങളിലൂടെ പൂട്ടിക്കെട്ടിക്കുമെന്നല്ല, നാളെ റബ്ബിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരുമെന്നാണ്. അല്ലാഹു പിടിച്ചു നിർത്തുമെന്നാണ്, അല്ലാഹു തആല കൈകാര്യം ചെയ്യുമെന്നാണ്, ഹബീബായ നബി തങ്ങളെതിരായി വരുമെന്നാണ് ഹദീസുകളൊക്കെയും നമ്മെ പഠിപ്പിക്കുന്നത്.